വലായിൻ്റെയും ബറായിൻ്റെയും പരിധിയിലേക്ക് നേർപ്പദത്തിലെ ഈ വരികൾ നിങ്ങൾ കൊണ്ടുവന്നത് അത് നിങ്ങളുടെ ജഹാലത്താണ് എന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ സംസാരം കുറച്ച് ദൈർഘ്യമുള്ളതാണ് എങ്കിലും അത് മുഴുവൻ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേട്ടാൽ സലഫി ഉലമാക്കൾ വിശദീകരിച്ച, അവർ ഫത്വ നൽകിയ വലായിൻ്റെയും ബറായിൻ്റെയും പരിധിയിൽപ്പെടുന്ന സ്നേഹം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചെറിയ ഒരു വിഭാഗം കുറച്ച് നാളുകളായി വലിയ ചില വർത്തമാനങ്ങളുമായി സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദമായ വലാവും ബറാവുമാണ് ഈ ആളുകൾ ഇവിടെ സൂചിപ്പിച്ച ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. അതിൻ്റെ ഭാഗമായി ഇവർ പ്രചരിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അത് അംഗീകരിക്കാത്ത ഒരു അമുസ്ലിമിനെ ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് എങ്കിലും അവരെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. മാനുഷികമായി നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നിലക്കുമുള്ള സ്നേഹവും അമുസ്ലിങ്ങളായ ആളുകളോട് പ്രകടിപ്പിക്കാനേ പാടില്ല എന്നതാണ് ഇവിടെ പറഞ്ഞ ഈ ചെറിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ ബഹുമാന്യ സഹോദരൻ പി.എൻ. അബ്ദുറഹ്മാൻ ഈ വിഷയ സംബന്ധമായിട്ട് എഴുതിയ 2-3 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മളൊന്ന് വായിക്കണം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ലേഖനം തയ്യാറാക്കി എന്നതിനെക്കുറിച്ച് പി.എൻ. അബ്ദുറഹ്മാൻ തന്നെ എഴുതിയത് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഞാൻ അത് എഴുതിയതിന് വ്യക്തമായ കാരണമുണ്ട്. ഒന്ന്, എൻ്റെ നാട്ടിലെ ഒരു സഹോദരൻ അവൻ്റെ അയൽക്കാരനായ ഇതര മതസ്ഥനോടൊപ്പം ഇരുന്ന സമയത്ത് മറ്റൊരു സഹോദരൻ അവനെ അടുത്ത് വിളിച്ച് അവൻ്റെ കൂടെ ഇരിക്കുന്ന സമയം മുഴുവൻ നീ നരകത്തിലാണ് എന്ന് പറഞ്ഞതായിരുന്നു ഒരു കാരണം. രണ്ടാമത്തെ സംഭവം, എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു ഡോക്ടർ, അദ്ദേഹം ഈ കഴിഞ്ഞ റമദാനിൽ ഇഅ്തികാഫ് ഇരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പുതു മുസ്ലിങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സന്ദർശിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനവരൊക്കെ കാഫിരീങ്ങളല്ലേ എന്ന് നൽകിയ മറുപടി എന്നോട് അദ്ദേഹം പങ്കുവച്ചതാണ്. ഈ 2 സംഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഉള്ളവൻ വലാവും ബറാവും ഇതര മതസ്ഥരോട് അസഹിഷ്ണുത കാണിക്കലോ എന്ന ലേഖനം എഴുതിയത്. അവിടെ നിഷിദ്ധമായ വലായിൽപ്പെട്ടതാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ച, എന്നാൽ ശറഅ് അനുവദനീയമാക്കിയ ബന്ധങ്ങൾ എന്ത് എന്നത് വിശദീകരിക്കലാണ് എൻ്റെ വിഷയം. തീർത്തും തെറ്റിദ്ധാരണാജനകമായി ഈ വിഷയം പലരും കരുതുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതായിരുന്നു ആ ലേഖനത്തിൻ്റെ അടിസ്ഥാനം. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നൊന്തു പ്രസവിച്ച സ്വന്തം മാതാവിനോട് അവർ അമുസ്ലിമാണ് എന്ന കാരണം കൊണ്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മാതാവാകട്ടെ പിതാവാകട്ടെ അവരോടുള്ള സ്നേഹം അത് ത്വബീഇയായിട്ടുള്ള സ്നേഹമാണ്, പ്രകൃതിപരമായിട്ടുള്ള സ്നേഹമാണ്. ഈ ഒരു സ്നേഹം അത് ദീനീപരമായ സ്നേഹവുമായി കൂട്ടിക്കുഴക്കുകയാണ് പലപ്പോഴും ഈ രൂപത്തിലുള്ള അതിവാദങ്ങൾ ഉയർത്തുന്ന ശുറൂത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമുസ്ലിങ്ങളായ ആളുകളോട് അനുവദിച്ചിട്ടുള്ള സ്നേഹം പോലും ഈ ആളുകൾ അവരുടെ ജഹാലത്ത് കൊണ്ട് അതെല്ലാം നിഷിദ്ധമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ വെറുപ്പ് വളർത്തുന്ന, മുസ്ലിം സമൂഹത്തെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ ശുറൂത്തികൾ നമ്മുടെ ഉമ്മത്തിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അതിരുകൾ വ്യക്തമാക്കുന്ന ഇസ്ലാമിലെ യഥാർത്ഥ വലാവും ബറാവും അതിനെക്കുറിച്ച് തെറ്റായ ഒരു സന്ദേശം ഇത്തരം ആളുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ച് നമ്മളൊക്കെ മിണ്ടാതിരുന്നാൽ ഈ ആളുകൾ യഥാർത്ഥ ഇസ്ലാമിനെ വളരെ വികലമാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംസാരം നടത്താൻ ഉദ്ദേശിച്ചത്. സഹോദരങ്ങളെ, മുഹ്സിൻ അയ്ദീദ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വലാവും ബറാവും അബ്ദുറഹ്മാനോടൊരു വിയോജനക്കുറിപ്പ് എന്ന ലേഖനത്തിൽ അതിൻ്റെ 7ാമത്തെ പേജിൽ ഇങ്ങനെ എഴുതിയത് കാണാം. യഥാർത്ഥത്തിൽ വലാഗ് എന്ന് പറഞ്ഞാൽ
മുസ്ലിങ്ങളോടുള്ള സ്നേഹവും അടുപ്പവും. ബറാത്ത് എന്ന് പറഞ്ഞാൽ കാഫിറുകളോടുള്ള വെറുപ്പുമാണ്. ഈ പറഞ്ഞ കാര്യം മനസ്സിലാകുന്ന ഭാഷയിൽ അബ്ദുറഹ്മാൻ ഒരിക്കലും തൻ്റെ ലേഖനത്തിൽ എഴുതിയതായി കാണുന്നില്ല. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ത്വബീഇയായിട്ടുള്ള സ്നേഹം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സഹോദരൻ അബ്ദുറഹ്മാൻ ലേഖനം എഴുതിയത്. അതുകൊണ്ട് വലാവും ബറാവും പരാമർശിക്കുന്ന ആയത്തുകളും ഹദീസുകളും ആ ലേഖനത്തിൽ സ്ഥാനം പിടിക്കണമെന്നില്ല. എന്നാൽ ഇസ്ലാം അനുവദിക്കുന്ന ആ ത്വബീഇയായ ഒരു സ്നേഹത്തെ വലാഹിന്റെയും ബറാഹിന്റെയും ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഹ്സിൻ ഐദി ഇത് ഖണ്ഡിക്കുന്നത്. ഇത് അറിയിക്കുന്നത് എന്താ സഹോദരങ്ങളെ? എല്ലാ സ്നേഹവും എല്ലാ വെറുപ്പും അത് മുഴുവൻ ദീനിയായിട്ടുള്ള സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും പരിധിയിലേക്കാണ് ഈ ശുറൂത്തികളായ ആളുകൾ കൊണ്ടുവരുന്നത് എന്നതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിൽ വലാഗ് എന്ന് പറയുന്നത് അത് മതപരമായ ദീനീപരമായ സ്നേഹമാണ്. ആ സ്നേഹമല്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മതപരമല്ലാത്ത പ്രകൃതിപരമായ ഒരു സ്നേഹമുണ്ട്. അതിന് ആരും വലാഗ് എന്ന് പറയുകയില്ല. ഈ ഒരു വിഷയം അഥവാ ദീനിയായിട്ടുള്ള സ്നേഹം എന്താണ്, ത്വബീഇയായിട്ടുള്ള സ്നേഹം എന്താണ്, ഇത് വ്യക്തമായി തിരിച്ചറിയാൻ ശുറൂത്തികൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് സലഫി ഉലമാക്കളുടെ ഫത്വകൾ കൊണ്ടുവന്ന് അനർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പതിവ് ശുറൂത്തികളിൽപ്പെട്ട പല അഹിമാരും ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷേഖ് അബ്ദുൽ അസീസ് റയീസിന്റെ മുമ്പിൽ 18ഓളം പേജുകൾ വരുന്ന വിഷ്ടത്തിനെതിരെയുള്ള നിങ്ങളുടെ കംപ്ലൈന്റിൽ ഒന്നാമത്തെ അബദ്ധമായി കൊണ്ട് നിങ്ങൾ എഴുതിയത് 2019 സെപ്റ്റംബർ 14 പുറത്തിറങ്ങിയ നേർപ്പദം വാരികയിലെ ഇസ്ലാമും മാനവ സൗഹാർദ്ദവും എന്ന തലക്കെട്ടിൽ TK അഷ്റഫ് സാഹിബ് എഴുതിയ ഈ വരികളാണ്. സ്വന്തം മതതത്വങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം ഇതര മതസ്ഥരോട് നല്ല നിലയിൽ വർത്തിക്കുവാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വിരുദ്ധാശയങ്ങളെ യോജിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ ഒന്നാവുകയല്ല, മൂന്നാമതൊന്ന് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക. പരസ്പര സ്നേഹത്തിനും സഹകരണത്തിനും ആദർശ വ്യത്യാസം തടസ്സമായി കൂടാ. വലായിന്റെയും ബറായിന്റെയും പരിധിയിലേക്ക് നേർപ്പദത്തിലെ ഈ വരികൾ നിങ്ങൾ കൊണ്ടുവന്നത് അത് നിങ്ങളുടെ ജഹാലത്താണ് എന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ സംസാരം കുറച്ച് ദൈർഘ്യമുള്ളതാണ് എങ്കിലും അത് മുഴുവൻ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേട്ടാൽ സലഫി ഉലമാക്കൾ വിശദീകരിച്ച, അവർ ഫത്വ നൽകിയ വലായിന്റെയും ബറായിന്റെയും പരിധിയിൽപ്പെടുന്ന സ്നേഹം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയം സശ്രദ്ധം കേൾക്കണമെന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സ്നേഹമെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇഷ്ടം, വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം മനുഷ്യന്മാരിൽ അന്തർലീനമായിട്ടുള്ള ഗുണങ്ങളാണ്. ഒരു പിഞ്ചു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിന് മുലപ്പാലിന്റെ രുചിയോ അല്ലെങ്കിൽ ആ മുലപ്പാലിൽ വിശപ്പടക്കാനുള്ള സിദ്ധി ഉണ്ട് എന്ന കാര്യമോ ഇതൊന്നും ആ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അറിയുകയില്ല. എന്നാൽ വാവിട്ട് കരയുന്ന ആ കുഞ്ഞ് തൻ്റെ അനുഭവത്തിലൂടെ മുലപ്പാൽ നുകർന്ന് അതിലൂടെ വിശപ്പടക്കാമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് മുലപ്പാലിന്റെ രുചി ആസ്വദിക്കുകയാണ്. ഇതിലൂടെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ പോസിറ്റീവായിട്ടുള്ള അനുഭവം മുലപ്പാലിനോടും അത് നൽകിയവരോടും ഒരു തരം ഇഷ്ടവും സ്നേഹവും ആ കുട്ടിയിൽ ഉണ്ടാക്കാൻ കാരണമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴൊക്കെ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ആ കുട്ടി ആ മുലപ്പാലിന് വേണ്ടി കരയുന്ന ഒരു പ്രകൃതം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഏതൊരു വസ്തുവിനോടും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോടും ഇഷ്ടവും സ്നേഹവും ജനിക്കുക എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സമ്പർക്കങ്ങളും അനുഭവങ്ങളും അറിവുകളും ഉണ്ടായിത്തീരുമ്പോഴാണ് അതുണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മനുഷ്യന്റെ ഫിത്രത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ ഫിത്രത്തിലുള്ള സ്നേഹത്തെ അംഗീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് സഹോദരങ്ങളെ ദീനിയായ സ്നേഹത്തെ കുറിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ സംസാരിക്കുന്നത്. മറിച്ച് ഈ സ്നേഹം അത് ത്വബീഇയായ പ്രകൃതിപരമായ സ്നേഹമാണ്. അത് മനുഷ്യന്റെ ഫിത്രത്തിൽ ലയിച്ചു ചേർന്ന ഒരു കാര്യമാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ 2 തരം സ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ദീനിയായ സ്നേഹമാണ്.
ഈ ദീനിയായ സ്നേഹം ചർച്ച ചെയ്യുന്നത് പൊതുവിൽ അത് വലായിന്റെയും ബറായിന്റെയും വിഷയം വിശദീകരിക്കുമ്പോഴാണ്. ഇനി രണ്ടാമത്തേത് അത് ത്വബീഇയായ സ്നേഹമാണ്, പ്രകൃതിപരമായ സ്നേഹമാണ്. ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഈ പ്രകൃതിപരമായ സ്നേഹം വലാഇന്റെയും ബറാഇന്റെയും വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയാറില്ല എന്നത് മനസ്സിലാക്കണം നമ്മൾ. ചുരുക്കം ചില പണ്ഡിതന്മാരാണ് അങ്ങനെ പ്രകൃതിപരമായ സ്നേഹം ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു സ്നേഹം അത് ദീനിയായ സ്നേഹവുമായി കൂടിക്കലരാതിരിക്കാൻ വേണ്ടി അതിനെ വേറിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഇവിടെ രണ്ടാമത് പറഞ്ഞ ത്വബീഇയായ സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം ഇല്ല എന്നോ അതല്ലെങ്കിൽ ഈ ഒരു സ്നേഹം പ്രകടിപ്പിച്ചാൽ അത് കുറ്റം ലഭിക്കുന്ന കാര്യമാണ് എന്ന് പല സഹോദരന്മാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് PN അബ്ദുറഹ്മാൻ എഴുതിയ ലേഖനത്തിന് മുഹ്സിൻ ഐദീദ് തയ്യാറാക്കിയ ഗണനം. അതുപോലെ തന്നെ വലാവും ബറാവും വിഷയത്തിലുള്ള ശുറൂത്തികളുടെ പല സംസാരങ്ങളും ഇത്തരത്തിൽ ത്വബീഇയായ സ്നേഹത്തെ വലാഹിന്റെയും ബറായിന്റെയും ആയത്തുകൾ വെച്ചുകൊണ്ട് ഗണ്ണിക്കുന്നതാണ് പലപ്പോഴും നമ്മളൊക്കെ കാണാറുള്ളത്. സഹോദരങ്ങളെ, എന്താണ് പണ്ഡിതന്മാർ ഇസ്ലാമിലെ ഈ രണ്ട് ഇനം സ്നേഹത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്? നമ്മൾ ഗഹനമായി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ഷേഖ് മുഹമ്മദ് ബിൻ സ്വാലി അൽ ഉസൈമി റഹിമഹുല്ലാ തഫ്സീറുൽ ഖുർആനിൽ കരീം എന്ന ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഖസസിന്റെ തഫ്സീറിൽ അമുസ്ലിമായ അബൂ താലിബിനെ സംബന്ധിച്ച് അവതരിച്ച ആയത്തിനെ കുറിച്ച് ഷേഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വഖൗലുഹു തആല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല. അൽ മുഫസ്സിറു റഹിമഹുല്ലാഹു ഖദ്ദറഹു ബിഖൗലിഹി ഹിദായതഹു. അതായത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സൂറത്തുൽ ഖസസ് അടക്കമുള്ള പല സൂറത്തുകളും ഷേഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ ജലാലനിയുടെ തഫ്സീറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മുഫസ്സിർ അവിടെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത ഹിദായതഹു എന്നാണ് തഫ്സീർ നൽകിയിട്ടുള്ളത്. അതായത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഹിദായത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് മുഫസ്സിർ അവിടെ വിശദീകരണമായി കൊടുത്തിട്ടുള്ളത്. വസ്സവാബു, എന്നാൽ ശരിയായ തഫ്സീർ ഷേഖ് പറയുകയാണ് മൻ അഹ്ബബ്തഹു, താങ്കൾ സ്നേഹിക്കുന്നവർക്ക് എന്ന അർത്ഥമാണ് അവിടെ ശരിയായിട്ടുള്ളത്. എന്നിട്ട് ഷേഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ പറയുകയാണ് വഖദ് അദല അൽ മുഫസ്സിർ റഹിമഹുല്ലാഹു ഇലാ തഖ്ദീരി അഹ്ബബ്ത ഹിദായതഹു. തഫ്സീറു ജലാലനിയുടെ മുഫസ്സിർ എന്തുകൊണ്ടാണ് താങ്കൾ സ്നേഹിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ നിന്ന് താങ്കൾ ഹിദായത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് വിശദീകരിച്ചത് എന്തുകൊണ്ട് അങ്ങനെ തഫ്സീർ നൽകി? ലിഅന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുംകിനു അൻ യുഹിബ്ബ അബാ ത്വാലിബിൻ വഹുവ കാഫിറുൻ ഫഇന്നൽ മുഅ്മിന ലാ യുഹിബ്ബുൽ കാഫിരീൻ. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബ് കാഫിറായതുകൊണ്ട് അത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ലല്ലോ. കാരണം വിശ്വാസി അമുസ്ലിമുകളെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ആ മുഫസ്സിർ അങ്ങനെ കൊടുക്കാനുള്ള കാരണം. വലാകിന്നനാ നഖൂൽ, പക്ഷെ ഞങ്ങൾ പറയുന്നു. എന്നിട്ട് ഷേഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ് അൽ ഹുബ്ബു ത്വബീഇയ്യു ലാ യുനാഫിൽ ഈമാൻ. ത്വബീഇയായ പ്രകൃതിപരമായ സ്നേഹം അത് ഈമാനിന് എതിരാകുന്നില്ല. ഫൽ ഇൻസാനു യുഹിബ്ബു മസലൻ ഖരീബഹു. ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് തൻ്റെ കുടുംബക്കാരനെ ഇഷ്ടപ്പെടുന്നു, ബന്ധുവിനെ ഇഷ്ടപ്പെടുന്നു. വലൗ കാന കാഫിറ, അവൻ അമുസ്ലിമാണെങ്കിൽ പോലും. ലാകിന്നഹാ മഹബ്ബത്തുൻ ത്വബീഇയ്യത്തുൻ, പക്ഷേ അത് ത്വബീഇയായ മഹബ്ബത്താണ്, പ്രകൃതിപരമായ സ്നേഹമാണ്. കമാ തുഹിബ്ബുൽ ഉമ്മു വലദഹാ, ഒരു ഉമ്മ ആ ഉമ്മയുടെ മകനെ സ്നേഹിക്കുന്നത് പോലെ. എന്നിട്ട് ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഷേഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ ഒരു മുസ്ലിമിന്റെ ദീനിയായ മഹബ്ബത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഫൽ മഹബ്ബത്തു ദീനിയത്തു ലാ തജൂസു ബൈനൽ മുഅ്മിനി വൽ കാഫിർ. എന്നാൽ ഒരു വിശ്വാസിയുടെയും ഒരു അമുസ്ലിമിന്റെയും ഇടയിൽ ദീനിയായ മതപരമായ സ്നേഹം അത് അനുവദനീയമല്ല. കാരണം അത് മതത്തിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. മതത്തിന്റെ പേരിൽ ഒരു വിശ്വാസിയും ഒരു അമുസ്ലിമും തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഷേഖ് അവിടെ പറയുകയാണ് ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നതായി കണ്ടെത്തുകയില്ല.
വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും, അവർ തങ്ങളുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരങ്ങളോ ആയിരുന്നാലും ശരി. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പഠിപ്പിക്കുന്നത് സ്നേഹം രണ്ട് തരമുണ്ട് എന്നാണ്. ഒന്ന് പ്രകൃതിപരമായ സ്നേഹമാണ് എങ്കിൽ മറ്റൊന്ന് മതപരമായിട്ടുള്ള സ്നേഹമാണ്. പ്രകൃതിപരമായ സ്നേഹം ഒരിക്കലും ഈമാനിനെ നിരാകരിക്കുന്ന ഒന്നല്ല എന്നാണ് ഷേഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽപ്പെട്ട അമുസ്ലിങ്ങളായ ആളുകളോട് നമുക്ക് പ്രകൃതിപരമായ സ്നേഹമാകാം, അത് കുറ്റകരമായ വിഷയമല്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ സ്നേഹം അത് അതേ കുടുംബക്കാരായ അമുസ്ലിങ്ങളായ ആളുകളോട് പ്രകടിപ്പിക്കാനേ പാടില്ല എന്നാണ്. അത് വലാഉം ബറാഉമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ കാര്യം പഠിപ്പിക്കാൻ സൂറത്തുൽ മുജാദിലയിലെ 22-ാമത്തെ ആയത്താണ് ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അവിടെ ഉദ്ധരിക്കുന്നത്. മാത്രമല്ല, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന ആയത്തിൽ ഹിദായത്ത് കിട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചിരുന്നത്, അതല്ലാതെ അബൂ താലിബിനെ അല്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചിരുന്നത് എന്ന വാദത്തെ ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വളരെ വ്യക്തമായി ഗണ്ണിക്കുന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിയായ സ്നേഹം അത് വേറെയാണ്, ത്വബീഇയായിട്ടുള്ള സ്നേഹം അതും വേറെയാണ്. ഈ മതപരമായ സ്നേഹവും പ്രകൃതിപരമായ സ്നേഹവും കൂട്ടിക്കുഴച്ചത് കൊണ്ടാണ് ഒരുപാട് മക്കളെ മാതാപിതാക്കളിൽ നിന്ന് ഈ ശുറൂത്തികളായിട്ടുള്ള ആളുകൾ അകറ്റി നിർത്താൻ ഇടയായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് കുടുംബങ്ങളിൽ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇടയായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലായിന്റെയും വറായിന്റെയും പേരിൽ ഇങ്ങനെയുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ അത് പല സഹോദരങ്ങളും ഈ ഉള്ളവനുമായിട്ടും പങ്കുവച്ചത് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന ഈ ത്വബീഇയായിട്ടുള്ള സ്നേഹത്തെ കെടുത്തിക്കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സന്ദേശമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച ഒരു വിഷയമാണ് ഇത് എന്ന് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ദീനിയായിട്ടുള്ള സ്നേഹവും പ്രകൃതിപരമായിട്ടുള്ള സ്നേഹവും ഇത് രണ്ടും ഒരുപോലെയല്ല എന്നുള്ള വിഷയം അത് മനസ്സിരുത്തിക്കൊണ്ട് പഠിക്കാൻ തയ്യാറാകണം. കിതാബു തൗഹീദിന്റെ ശർഹിൽ ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല ഈ കാര്യം വളരെ കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷേഖ് അൽ ഫൗസാൻ ഹഫിദഹുല്ല അദ്ദേഹം പഠിപ്പിക്കുകയാണ്, വൽ മുറാദു ബിൽ മഹബ്ബത്തി ഹുനാ, മഹബ്ബത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ മഹബ്ബത്തു ത്വബീഇയ്യ, പ്രകൃതിപരമായിട്ടുള്ള സ്നേഹമാകുന്നു. അത് ലൈസത്തിൽ മഹബ്ബത്ത് ദീനിയാത്ത്, ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള മഹബ്ബത്ത് അല്ല അത്. അൽ മഹബ്ബത്തു ദീനിയത്തു ലാ തജൂസു ലിൽ മുശ്രിക്, മുശ്രിക്കിനോട് അനുവദിക്കപ്പെടാത്ത മഹബ്ബത്താണ് ദീനിയായിട്ടുള്ള മഹബ്ബത്ത്. അഥവാ മതപരമായിട്ടുള്ള സ്നേഹം മുശ്രിക്കിനോട് ഒരിക്കലും പാടില്ലാത്തതാണ്. വലൗ കാന അഖ്റബൻ നാസ്, അവർ ഏറ്റവും അടുത്ത ആളാണ് എങ്കിലും ആ മതപരമായിട്ടുള്ള സ്നേഹം മുശ്രിക്കിനോട് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് ഷേഖ് അൽ ഫൗസാൻ ഹഫിദഹുല്ല പഠിപ്പിക്കുന്നു. എന്നിട്ട് ഷേഖ് ഖുർആനിലെ ഈ ആയത്ത് ഉദ്ധരിക്കുകയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നതായി കണ്ടെത്തുകയില്ല. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അവർ തങ്ങളുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരായാലും ശരിയെന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു ആയത്ത് ശരിക്ക് ദീനിയായ മഹബത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്കിവിടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് ഈ ഒരു ആയത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഷെയ്ഖ് അൽ ഫൗസാൻ ഹഫിദഹുല്ല പഠിപ്പിക്കുകയാണ്, ഫൽ മവദ്ദത്തു ദീനിയത്തു ലാ തജൂസ്, അതായത് അമുസ്ലിങ്ങളോട് മതപരമായിട്ടുള്ള സ്നേഹം പാടുള്ളതല്ല. അമ്മൽ ഹുബ്ബു ത്വബീഇയ്യു ഫഹാദാ ലാ യദ്ഖുലു ഫിൽ ഉമൂരി ദീനിയ്യ, എന്നാൽ പ്രകൃതിപരമായിട്ടുള്ള സ്നേഹമാകട്ടെ അത് ദീനിയായ മതപരമായ സ്നേഹത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായി ഷെയ്ഖ് അൽ ഫൗസാൻ ഹഫിദഹുല്ല ഖുർആനിലെ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഈ വിഷയം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ശുറൂത്തികളിൽപ്പെട്ട ആളുകളൊക്കെ ജഹാലത്ത് കൊണ്ട് ആളുകൾ ഇവിടെ വഴിതെറ്റിക്കുന്നത്. ഷെയ്ഖ് അൽ ഫൗസാൻ ഹഫിദഹുല്ല
അദ്ദേഹം ഇവിടെ പറഞ്ഞ ഈ ഒരു തത്വം അൽ വലാ വൽ ബറാ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണത്? ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫൽ മവദ്ദത്തു ദീനിയത്തു ലാ തജൂസ്. അമുസ്ലിംകളോട് മതപരമായിട്ടുള്ള സ്നേഹം അത് പാടുള്ളതല്ല എന്നാണ്. അമ്മൽ ഹുബ്ബു ത്വബീഇയ്യു ഫഹാദാ ലാ യദ്ഖുലു ഫിൽ ഉമൂരി ദീനിയ്യ. എന്നാൽ പ്രകൃതിപരമായിട്ടുള്ള സ്നേഹമാകട്ടെ അത് ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള സ്നേഹത്തിൽ ഉൾപ്പെടുന്നില്ല, അതിൽ പ്രവേശിക്കുന്നില്ല എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വളരെ കൃത്യമാണ് ഈ വിശദീകരണങ്ങൾ. ഒരു ആശയക്കുഴപ്പത്തിനും ഇടം നൽകാത്ത രൂപത്തിൽ തന്നെ നമുക്ക് മതപരമായ സ്നേഹവും പ്രകൃതിപരമായ സ്നേഹവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഈ വിശദീകരണങ്ങൾ. ഇതുപോലെ ത്വബീഇയായ പ്രകൃതിപരമായ സ്നേഹം വലായിലും ബറായിലും ഉൾപ്പെടുകയില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമി റഹിമഹുള്ളയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ കരീം എന്ന ഗ്രന്ഥത്തിൽ സൂറത്തുൽ മാഇദയിലെ 51-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ യഹൂദ നസ്വാറാക്കളെ നിങ്ങൾ ഔലിയാക്കളാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ല എന്താണ് വിലായത്ത്, യഹൂദികൾക്കും നസ്വാറാക്കൾക്കും കൊടുക്കാൻ പാടില്ലാത്ത ആ വിലായത്ത് എന്താണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ല വിശദീകരിക്കുന്നത് കാണാം. ലാകിൻ ലൗ ഖാല ഖായിലുൻ ഹൽ മിനൽ വിലായത്തിൽ മഹബ്ബ. സ്നേഹം വിലായത്തിൽപ്പെട്ടതാണോ? ഒരു പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അൽ ജവാബു, അതിനുള്ള ഉത്തരം അൽ മഹബ്ബത്തു ലാ ശക്ക അന്നഹാ വസീലത്തും ഇലൽ മുനാസ്വറ. വിലായത്ത് എന്ന് പറഞ്ഞാൽ മുനാസ്വറയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഷെയ്ഖ് വിശദീകരിക്കുകയാണ്. സഹായിക്കുക, സംരക്ഷിക്കുക, താങ്ങായി നിൽക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ മുനാസ്വറയിലേക്കുള്ള വസീലയാണ് മഹബത്ത് അഥവാ സ്നേഹം എന്ന് പറയുന്നത്. വല്ലവനും ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അയാളെ സഹായിക്കുന്നതാണ്. ലാകിന്നൽ മഹബ്ബത്തു ത്വബീഇയ്യത ലാ തദ്ഖുലു ഫീ ഹാദാ. എന്നാൽ ത്വബീഇയായ മഹബത്ത്, പ്രകൃതിപരമായ സ്നേഹം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഒരു മഹബത്താകട്ടെ വിലായത്താകട്ടെ ത്വബീഇയായിട്ടുള്ള മഹബത്ത് അതിലൊന്നും ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് തുടർന്ന് പറയുകയാണ് വലിഹാദാ അബാഹല്ലാഹു തആല ലിൽ മുസ്ലിമീന അൻ യതസവ്വജു മിനൽ യഹൂദി വന്നസാറ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദ നസാറാക്കളിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവാദം കൊടുത്തത്. വമിനൽ മഅലൂമി അന്ന സൗജ മഅ സൗജതിഹി. അതായത് ഒരു ഭർത്താവ് ഭാര്യയോടൊപ്പമാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണല്ലോ. ലാ ബുദ്ദ അൻ യകൂന ബൈനഹുമാ മഹബ്ബത്ത്. ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഉറപ്പായിട്ടും അനിവാര്യമായിട്ടും അവർക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവുമല്ലോ. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ അവരുടെ അടുക്കൽ സമാധാനമടയുവാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിട്ടുള്ളതും നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹബന്ധവും കാരുണ്യവും ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ്. അപ്പോ ത്വബീഇയായ സ്നേഹം ഒരിക്കലും നമ്മുടെ വിഷയത്തിൽ ഉൾപ്പെട്ടതല്ല. അത് വലായിന്റെയും ബറായിന്റെയും പരിധിയിൽപ്പെടുന്നതല്ല. അത് ദീനിയായ സ്നേഹമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച പ്രകൃതിപരമായ സ്നേഹത്തിൽ ഉൾപ്പെട്ടതാണ് ഇത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബക്കാരല്ലാത്ത അമുസ്ലിങ്ങളുമായി ഈ പ്രകൃതിപരമായ സ്നേഹം അത് നിലനിൽക്കുമോ? അതിന് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അതിന് അനുവാദം നൽകുന്നുണ്ടോ? ഇതാണ് ഇതിനോട് ചേർത്തുകൊണ്ട് നമുക്ക് അടുത്തതായി മനസ്സിലാക്കാനുള്ള വിഷയം. സൂറത്ത് നിസായിലെ 147-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അമുസ്ലിങ്ങളോടുള്ള ഹുബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാ പറയുകയാണ്, ഒരാൾ മറ്റൊരാളോട് നന്മ ചെയ്താൽ അവൻ അയാളെ സ്നേഹിക്കുമെന്ന കാര്യം അറിയപ്പെട്ടതാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഒരു മുസ്ലിം
തൻ്റെ രോഗം ചികിത്സിക്കാൻ വേണ്ടി അമുസ്ലിങ്ങളിൽപ്പെട്ട വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുക്കൽ പോയി. എന്നിട്ട് വഹാദ ത്വബീബുൽ കാഫിറു അലജഹു ഫബരിയ ബിഇദ്നില്ലാഹ്, ആ മുസ്ലിമായ ഡോക്ടർ അവനെ ചികിത്സിക്കുകയും അങ്ങനെ അവൻ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി സുഖം പ്രാപിക്കുകയും ചെയ്താൽ ലാ ശക്ക അന്നഹു സയഖഉ ഫീ ഖൽബിഹി മഹബ്ബത്തുൻ ലിഹാദർ റജുൽ, അതിൽ സംശയമേയില്ല അവന്റെ ഹൃദയത്തിൽ ആ വ്യക്തിയോട്, അതായത് ആ അമുസ്ലിമായ ഡോക്ടറോട് അവന്റെ ഹൃദയത്തിൽ ഒരു സ്നേഹം തോന്നും. ലാകിൻ ലൈസത്ത് മഹബ്ബത്തൻ തസിലു ഇലാ മഹബ്ബത്തിദ്ദീൻ, എന്നാൽ ആ ഒരു സ്നേഹം അത് ദീനിയായ സ്നേഹത്തിന്റെ നിലയിലേക്ക് എത്തുന്നതല്ല. ഇന്നമാ ഹിയ മഹബ്ബത്തുൻ ത്വബീഇയ്യത്തുൻ, അത് വെറും പ്രകൃതിപരമായിട്ടുള്ള സ്നേഹമാണ്. അന്നൽ ഇൻസാന യുഹിബ്ബുഹു ലിഅന്നഹു അഹ്സന ഇലാജഹു, തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ അവനെ നല്ല രീതിയിൽ ചികിത്സിച്ചത് കൊണ്ട് അയാളെ അവൻ സ്നേഹിക്കുന്നതാണ്. അപ്പോ ഇവിടെയുള്ളത് കുടുംബക്കാരനല്ലാത്ത ഒരു അമുസ്ലിമിന്റെ വിഷയത്തിലാണ് പ്രകൃതിപരമായ ഈ സ്നേഹമുള്ളതായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതൊരിക്കലും ദീനിയായിട്ടുള്ള സ്നേഹമല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ സഹോദരങ്ങളെ, കുടുംബക്കാരനല്ലാത്ത അമുസ്ലിങ്ങളോട് മതത്തിന്റെ പേരിലല്ലാത്ത പ്രകൃതിപരമായിട്ടുള്ള സ്നേഹം അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന സലഫി ഉലമാക്കൾ പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ പ്രകൃതിപരമായ സ്നേഹം അത് വലായിലും ബറായിലും ഉൾപ്പെടുകയില്ല എന്ന് ശുറൂത്തികളെ നിങ്ങളൊന്ന് പഠിക്കണം. പണ്ഡിതന്മാർ പഠിപ്പിച്ച ദീനിയായ സ്നേഹവും അതുപോലെ തന്നെ ത്വബഈയായിട്ടുള്ള സ്നേഹവും ഈ രണ്ടും തമ്മിലുള്ള വേർതിരിവ് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ശുറൂത്തികളിൽപ്പെട്ട പലരും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച പ്രകൃതിപരമായ സ്നേഹത്തിലേക്ക് വലാവും ബറാവും കൊണ്ടുവന്ന് മതപരമായ സ്നേഹമായിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നത്. സഹോദരങ്ങളെ, ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തു ശർഉ റസായിൽ എന്ന ഗ്രന്ഥത്തിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നുണ്ട്. ഒരാൾ തൻ്റെ വേദക്കാരിയായ ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ട് വലാഹ് ബറായിന് അത് എതിരാകുമോ എന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കുന്നുണ്ട്. അതായത് യഹൂദിയോ ക്രിസ്ത്യാനിയോ ആയ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം അത് വലാഹ് ബറായിന് എതിരാകുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഷെയ്ഖ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ നൽകിയ മറുപടി ഇങ്ങനെയാണ്: അല്ലാഹു ജല്ല വഅല യഖൂൽ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും ഔലിയാക്കളായി സ്വീകരിക്കരുത്. അതായത് ലാ തുഹിബ്ബൂഹും വതുവാലൂഹും വതനാസറൂഹും, അവരെ നിങ്ങൾ സ്നേഹിക്കരുത്, അവരെ നിങ്ങൾ മിത്രങ്ങളായി കരുതരുത്, അവരെ നിങ്ങൾ സഹായിക്കരുത്. വഅമ്മ സവാജു മിൻഹും ഫഹുവ തആമുലുൻ ദുനിയവിയുൻ, അവരിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ദുനിയവിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു ഇടപാടാണ്. ലൈസ ഹുവ തആമുലൻ ദീനിയൻ, അത് മതപരമായിട്ടുള്ള ഒരു ഇടപാടേ അല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, ഈ ഒരു ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദീനിയായ സ്നേഹം, ദീനിയായിട്ടുള്ള സൗഹൃദം, ദീനിയായിട്ടുള്ള സഹായങ്ങൾ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ളത്. അതല്ലാതെ ഭൗതികമായിട്ടുള്ള ഇവിടെ ഷെയ്ഖ് അൽ ഫൗസാൻ വിശദീകരിക്കുന്ന കാര്യങ്ങളല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ളത്. എന്നിട്ട് ഷെയ്ഖ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, എന്താണ് ദുനിയവിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആ ഒരു ഇടപാട്? മിസ്ലുമാ തബിഉ മഅഹും വതഷ്തരി, അവരുമായിട്ട് കച്ചവടത്തിൽ ഇടപാടുകൾ നടത്തുന്നത് പോലെ, വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെ. വൽ മഹബ്ബത്തു ബൈന സൗജൈനി മഹബ്ബത്തുൻ ത്വബീഇയ്യത്തുൻ മാ ഹിയ മഹബ്ബത്തുൻ ദീനിയ്യത്തുൻ, ഭാര്യയും ഭർത്താവും പരസ്പരമുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായ സ്നേഹമാകുന്നു, അത് ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള സ്നേഹമല്ല. ഹുവലാ യുഹിബ്ബുഹാ ലിഅജ്ലി ദീനിഹാ, വേദക്കാരിയായ ഭാര്യയെ സ്നേഹിക്കുന്നത് അത് ദീനിന്റെ അടിസ്ഥാനത്തിലല്ല ആ സ്നേഹമുള്ളത്. വലാകിന്നഹു യുഹിബ്ബുഹാ മിൻ അജ്ലി സൗജിയ്യ, മറിച്ച് ആ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ത്വബഈയായിട്ടുള്ള സ്നേഹമാണ്, അത് ദീനിയായിട്ടുള്ള സ്നേഹമല്ല. വേദക്കാരിൽപ്പെട്ട അമുസ്ലിമായ ഒരുവളെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വലാഇന്റെയും ബറാഇന്റെയും പരിധിയിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പഠിപ്പിച്ചു തരുന്നത്.
അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, തൊബിഈയായ ഹുബ്ബ് അഥവാ പ്രകൃതിപരമായ സ്നേഹം അത് അമുസ്ലിങ്ങളോട് നിരുപാധികം പാടില്ല എന്ന ഹുക്കുമുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേദക്കാരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം നൽകുകയില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വേദക്കാരെ വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്നതോടുകൂടി ഈ തൊബീഈയായ ഹുബ്ബ് ഇസ്ലാം ഒരു മുസ്ലിമിന് വകവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളോട് നിരുപാധികം സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിതീവ്രമായിട്ടുള്ള ആശയം അത് പ്രചരിപ്പിക്കുന്നത് ശുറൂത്തികൾ അവസാനിപ്പിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അമുസ്ലിങ്ങളായ മാതാപിതാക്കളോടും അതുപോലെ തന്നെ മറ്റു അമുസ്ലിങ്ങളായ ആളുകളോടും നമ്മളിൽ ഉണ്ടാകുന്ന പ്രകൃതിപരമായ സ്നേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പി.എൻ. അബ്ദുറഹ്മാൻ എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ ആ ഒരു ഭാഗത്തിന് പോലും ഖണ്ഡനം എഴുതിയ വ്യക്തിയാണ് മുഹ്സിൻ ഐദീദ്. 51 പേജുകളുള്ള ആ ഖണ്ഡനത്തിലെ 47-48 പേജുകളിലായി നമുക്ക് കാണാം മുഹ്സിൻ ഐദീദ് എഴുതുകയാണ്, അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവവും മറ്റും കണ്ട അനേകം പേർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ശരിയാണ്. അവിടുത്തെ സ്നേഹവും ഇഷ്ടവും പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ, ആ സ്വഭാവത്തിന്റെ പൂർണ്ണ മാഹാത്മ്യം അനുഭവിച്ചറിയണമെങ്കിൽ മുസ്ലിം ആയാൽ മതി എന്നവർക്ക് മനസ്സിലായിരുന്നു. ഇസ്ലാമിലേക്ക് വരാൻ അർഹമായ കാരണം തന്നെയാണത്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും. കാഫിറിനെ നാം മനസ്സുകൊണ്ട് വെറുക്കുന്നു, എന്നാൽ അവനോട് നാം നല്ല രൂപത്തിൽ പെരുമാറുകയും അവനോട് കാരുണ്യം കാണിക്കുകയും എല്ലാം ചെയ്യും. എന്നാൽ അവനെ നമ്മൾ ഒരിക്കലും കൂട്ടുകാരനാക്കില്ല. നമ്മുടെ സ്നേഹവും ബഹുമാനവും അവന് ലഭിക്കില്ല. അതവന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ അതിലും മീതെ സ്നേഹിക്കപ്പെടണമെന്ന് അവന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഇസ്ലാം സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങളിവിടെ മനസ്സിലാക്കണം, മുഹ്സിൻ ഐദീദ് എഴുതുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, അമുസ്ലിങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറണം, അവരോട് കാരുണ്യം കാണിക്കണമെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, എന്നാൽ നമ്മൾ ഒരിക്കലും ആ മുസ്ലിമിനോട് സ്നേഹവും ബഹുമാനവും കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? സ്നേഹവും ബഹുമാനവും ഒക്കെ വലായിന്റെയും ബറായിന്റെയും പരിധിയിലുള്ള ദീനിയായിട്ടുള്ള സ്നേഹവുമായാണ് ഈ ആളുകൾ കൂട്ടിക്കുഴക്കുന്നത്. ഇസ്ലാമിക ലോകത്തെ ഉലമാക്കൾ തൊബീഈയായിട്ടുള്ള ഹുബിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഒന്ന് മനസ്സിരുത്തി പഠിച്ചിരുന്നു എങ്കിൽ ഈ രൂപത്തിലുള്ള മഹാ അബദ്ധങ്ങൾ പറയുന്നതിൽ നിന്ന്, ഇങ്ങനെയുള്ള ജഹാലത്തുകളൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മുഹ്സിൻ ഐദീദ് അടക്കമുള്ള പല വ്യക്തികൾക്കും വിട്ടുനിൽക്കാൻ സാധിക്കുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളോട് നമുക്കുണ്ടാകുന്ന സ്നേഹം അത് പ്രകൃതിപരമാണ്. ഇത്തരം സ്നേഹത്തിന്റെ പേരിൽ ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുത്തുകയില്ല എന്നും, നന്മയിൽ നമ്മോട് വർത്തിക്കുന്ന ഒരു അമുസ്ലിമായ അയൽവാസി ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹം അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അത് തൊബീഈയായ സ്നേഹമാണ് എന്ന് സലഫി ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്തെ സലഫി ഉലമാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഹുബ്ബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രകൃതിപരമായതും മതപരമായതും എന്ന വേർതിരിവോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ച ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതെല്ലാം മനസ്സിലെത്തി പഠിക്കാൻ ഈ ശുറൂത്തികൾ തയ്യാറാകുന്നില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹത്തെ മുഴുവൻ വലായിന്റെയും ബറായിന്റെയും വീക്ഷണകോണിലൂടെ മാത്രം നോക്കി കണ്ടുകൊണ്ട് ദീനീപരമല്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച പ്രകൃതിപരമായ സ്നേഹം മുഴുവൻ അബദ്ധമായ നിലക്ക് വലായിന്റെയും ബറായിന്റെയും പരിധിയിലേക്ക് കൊണ്ടുവന്ന് വലിയ അബദ്ധങ്ങളാണ് അവർ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊബഈയായ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അത് പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാവുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് ദീനിയായ സ്നേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത കിതാബുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കിതാബുകൾ രചിച്ച ഉലമാക്കളിലേക്ക് മടങ്ങാനുള്ള വിളംബരങ്ങൾ വലാവും ബറാവും കൃത്യമായി തിരിയാത്ത ഈ ശുറൂത്തികളിൽ നിന്ന് നിരവധി തവണയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനിയനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിദഹുല്ല. അദ്ദേഹം ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല രചിച്ച വലാവും ബറാവുമായി ബന്ധപ്പെട്ട ഒരു കൃതി വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദീനീപരമായ ആയത്തുകൾ വിശദീകരിച്ച
വലായിന്റെയും ബറായിന്റെയും പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ വിവരിച്ച ആ കിതാബിലെ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ത്വബീഇയായ സ്നേഹത്തെ വിമർശിക്കുകയാണ് ശുറൂത്തികളിൽപ്പെട്ട പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷേഖ് അൽ ഫൗസാൻ ഹഫിദഹുല്ല കിതാബു തൗഹീദിന്റെ ശറയിൽ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും ശുറൂത്തികളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അമ്മൽ ഹുബ്ബു ത്വബീഇയു ഫഹാദാ ലാ യദ്ഖുലു ഫിൽ ഉമൂരി ദീനിയ. എന്നാൽ പ്രകൃതിപരമായ സ്നേഹമാകട്ടെ അത് ദീനിയായ മതപരമായ സ്നേഹത്തിൽ ഉൾപ്പെടുന്നില്ല. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ദീനീപരമായ സ്നേഹത്തെക്കുറിച്ച് വിശദീകരിച്ച വലാഹിന്റെയും ബറായിന്റെയും ഒരു ഹ്രസ്വമായ വിവരണം ബഹുമാന്യനായ ഫൈസൽ മൗലവി നടത്തിയത് സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരിപ്പിച്ചിരുന്നു. അത് കേട്ട ഒരു ശുറൂത്തി സഹോദരൻ ആവേശം വന്നുകൊണ്ട് ഫൈസൽ മൗലവിക്ക് ഒരു ചായ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വായിക്കാൻ ഇടയായിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തിനാണ് ആ ചായ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞത്? മുഹ്സിൻ ഐദീദ് അടക്കമുള്ള ശുറൂത്തി പാളയത്തിലെ തായിമാർ അവർ പ്രചരിപ്പിച്ച, അവർ മനസ്സിലാക്കിയ വലാവും ബറാവും ഫൈസൽ മൗലവി സ്വീകരിച്ചിട്ടുണ്ട്, വിസ്റ്റത്തിലെ ചില പണ്ഡിതന്മാർ അത് അംഗീകരിച്ചു വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ വലാവും ബറാവും എന്താണ് എന്നും ത്വബഈയായ സ്നേഹം എന്താണ്, ദീനിയായ സ്നേഹം എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള അന്തരം തിരിയാത്തത് കൊണ്ടാണ് ഒരുപാട് ഇതുപോലെയുള്ള അബദ്ധങ്ങളും അനർത്ഥങ്ങളും ഈ ശുറൂത്തികൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില വ്യക്തികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പല പോസിറ്റീവായ അനുഭവങ്ങളും അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച പല അറിവുകളും ആ വ്യക്തികളോട് സ്നേഹവും ഇഷ്ടവും ജനിപ്പിക്കാൻ കാരണമാകാറുണ്ട്. ആ സ്നേഹവും ആ ബന്ധവുമൊക്കെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക് പുറത്തു കടക്കാതെ സംരക്ഷിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും പല മേഖലകളിലും പല നിലക്കുള്ള നന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ നന്മയുടെ പ്രചാരകരായിട്ടുള്ള ആളുകളോട്, പ്രത്യേകിച്ച് ആ നന്മ പ്രചരിപ്പിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളോട് ത്വബഈയായ ഒരു സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന ഒരു കാര്യമാണ്. അവരെ ആ നിലക്ക് ആ മേഖലകളിൽ അവരോട് സ്നേഹം ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വികാരമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു കാര്യം, പ്രകൃതിപരമായിട്ടുള്ള സ്നേഹം, ഇതൊരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായി ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ മുമ്പിൽ ഒരു ശുറൂത്തികൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുസ്ലിങ്ങളുമായി നല്ല രീതിയിൽ വർത്തിക്കുന്ന, മുസ്ലിങ്ങളോട് നന്മ ചെയ്യുന്ന, പരസ്പരം സമൂഹത്തിന്റെ പൊതു നന്മയിൽ സഹകരിക്കുന്ന ഒരു അമുസ്ലിമായ വ്യക്തിയോട് ഉണ്ടാകാം ആ സ്നേഹം. അത് പ്രകൃതിപരമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച സ്നേഹമാണ്, അഥവാ അത് ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശമാണ് എന്നർത്ഥം. ആ വെളിച്ചം നൽകുന്ന പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറത്തുൽ ഇൽം